കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കെ സുധാകരന് സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിയേക്കില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എ.ഐ.സി.സി. സുധാകരന് നൽകിയ അനൌദ്യോഗിക നിർദ്ദേശം. സംസ്ഥാനത്ത് പ്രവർത്തിക്കാനാണ് സുധാകരനും താൽപര്യം. ക്രൗഡ് പുള്ളറായ സുധാകരന്റെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പരമാവധി ഉപയോഗപ്പെടുത്താനാവുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. പ്രവർത്തക സമിതി അംഗങ്ങളായ കെ.സി. വേണുഗോപാൽ സംഘടനാ ചുമതലയും രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയുടെ ചുമതലയുമാണ് വഹിക്കുന്നത്. പാർലമെന്ററി തിരക്കുകൾ കാരണം കൊടിക്കുന്നിൽ സുരേഷിനും ശശി തരൂരിനും ചുമതലകൾ നൽകിയിട്ടില്ല. വിശ്രമ ജീവിതം നയിക്കുന്ന എ.കെ. ആന്റണിയെയും പ്രവർത്തക സമിതിയിൽ അംഗമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നത് അസംതൃപ്തി കാരണമല്ല എന്നും അത്തരം വാർത്തകൾ തെറ്റാണെന്നും സുധാകരനുമായി അടുപ്പമുള്ളവർ പറയുന്നു. ചൊവ്വാഴ്ച യോഗം നടത്താമെന്ന് തിങ്കളാഴ്ചയാണ് തീരുമാനമുണ്ടായത്. വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം യോഗത്തിന് എത്താനായില്ല. പുതിയ ഭാരവാഹികൾ സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ സുധാകരൻ പങ്കെടുക്കുമെന്ന് ഇന്ദിരാഭവനിലെത്തിയ കെ.സി. വേണുഗോപാലിനോട് സുധാകരൻ പറഞ്ഞിരുന്നു. കുറച്ചു ദിവസത്തേക്ക് പരസ്യ പ്രതികരണങ്ങൾക്കില്ല എന്നാണ് സുധാകരന്റെ നിലപാട്. അധ്യക്ഷ പദവിയിൽ നിന്നും മാന്യമായ പടിയിറക്കമാണ് പാർട്ടി തനിക്ക് നൽകിയതെന്നും സുധാകരൻ കരുതുന്നു. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന 11 മുൻ കെ.പി.സി.സി. അധ്യക്ഷന്മാരിൽ അധ്യക്ഷ പദവി ഒഴിഞ്ഞതിന് പിന്നാലെ പ്രവർത്തക സമിതി അംഗ ചുമതല ലഭിച്ച ഒരേ ഒരാൾ സുധാകരൻ മാത്രമാണ്. രാഹുൽ ഗാന്ധിയെ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുത്തപ്പോൾ വരണാധികാരിയാക്കിയിരുന്ന മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് പോലും സ്ഥാനമൊഴിയുമ്പോൾ കിട്ടാത്ത അംഗീകാരമാണ് സുധാകരന് ലഭിച്ചതെന്നും അദ്ദേഹത്തിന്റെ ക്യാമ്പ് ചൂണ്ടിക്കാട്ടുന്നു. മുൻ കെ.പി.സി.സി. അധ്യക്ഷന്മാരിൽ പ്രവർത്തക സമിതി അംഗത്വം ലഭിച്ചിട്ടുള്ളത് എ.കെ. ആന്റണിക്കും വയലാർ രവിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മാത്രമാണ്. ആ നിരയിലേക്കാണ് സുധാകരനും എത്തിയിരിക്കുന്നത്. കെ. കരുണാകരനും ഉമ്മൻചാണ്ടിയും പ്രവർത്തക സമിതി അംഗങ്ങളായിരുന്നുവെങ്കിലും കെ.പി.സി.സി. അധ്യക്ഷന്മാരായിരുന്നില്ല. 3 മാസത്തിനിടെ 7 പി.സി.സി. അധ്യക്ഷന്മാരാണ് ആകെ മാറിയത്. ഇതിൽ സുധാകരൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ മാത്രമാണ് നിർഭയനായ പോരാളി എന്ന് വിശേഷിപ്പിച്ച് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമത്തിൽ യാത്രയയപ്പ് കുറിപ്പ് എഴുതിയതെന്നും സുധാകരനുമായി അടുപ്പമുള്ള നേതാക്കൾ പറയുന്നു.